എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2019 വരുന്ന ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വിത്ത് സിൽവർ കളറാണ്. ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതേപോലത്തുള്ള നല്ല വണ്ടികൾ നമ്മൾ ആദ്യം തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കാണാനും പറ്റും, ഇഷ്ടപ്പെടുന്ന വണ്ടികൾക്ക് ബുക്ക് ചെയ്യാനും പറ്റും. അപ്പം നല്ലൊരു സുവർണാവസരമാണ്. നല്ല ക്വാളിറ്റിയുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അങ്ങനെ വന്നൊരു വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് വരുന്നത്. 2019 രജിസ്ട്രേഷനിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റ ടോപ്പ് ഓഫ് ദ ലൈൻ ഇസഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇതിൻ്റെ ബോണറ്റ് അതേപോലെ സൈഡിലേക്ക് വരുമ്പോൾ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആ ഗ്ലാസ്സുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ബാർകോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൊയോട്ടയുടെ ലേബല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ലൈൻസ്, അതായത് വണ്ടിക്ക് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത്. ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതായത് പൊടി കാര്യങ്ങളെന്ന് വെച്ചാൽ വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്. ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളെ പാർട്ടിയുടെ അടുത്ത് നിന്ന് എടുത്തിട്ട് വന്നത്. നിങ്ങൾക്ക് പിന്നെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് സൈഡിലേക്ക് ആയിക്കോട്ടെ. പിന്നെ അതിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. റബ്ബർ കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല ടൈറ്റിൽ തന്നെയാണ്. അതായത് ഓരോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു പഞ്ചിങ്ങോ പേസ്റ്റിങ്ങോ ഡാമേജ് ആയിട്ടോ ചേഞ്ച് ചെയ്തിട്ടോ ഇല്ല. പിന്നെ ബാക്കിലെ ഡോറിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു പേസ്റ്റിങ്. പിന്നെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ ഡോറിൻ്റെ ഒക്കെ പിടിക്കുന്ന സ്ഥലത്ത് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ റബ്ബർ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ച് കാണാൻ പറ്റും. തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം ഒരു ഗ്ലാസും, അതായത് ഈ സൈഡിൽ ഒരു ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെൻ്റ് ഇല്ല. ഇതൊക്കെ അഡീഷണൽ വച്ചേക്കുന്നതാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് പറയുന്നത് ടയർ ഭാഗം 99% തന്നെ ടയർ ഭാഗം ഉണ്ട്. അതെന്ന് വെച്ചാൽ C8-ൻ്റെ പുതിയ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയേഴ്സാണ് വരുന്നത്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ ഫോൾഡബിൾ ആണ്. അതായത് നമുക്ക് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു അടിപൊളി വാഹനമാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡ് ഡിക്കി കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. 2.8 Z, അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ ആയിട്ടുള്ള വേരിയൻ്റാണ് വരുന്നത്. സ്റ്റോക്ക് കണ്ടീഷനുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ചേഞ്ചസോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് കണ്ടീഷൻ. ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ ലൈറ്റ് കാര്യങ്ങളും ഈ സൈഡിലത്തെ ആണെങ്കിലും ആ സൈഡിലത്തെ ആണെങ്കിലും ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നതാണ്. ഡിക്കി ഗ്ലാസ് ഡിക്കി ഒറിജിനലാണ് വരുന്നത്. ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നിങ്ങൾക്ക് അകലേന്ന് തന്നെ, അതായത് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നതെന്ന് അറിയില്ല. നല്ല ബോഡി ലൈൻസ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് വേണം വണ്ടി നിലവിലിരിക്കുന്നത്. പിന്നെ ഓരോ ഗ്ലാസ് ഒറിജിനലാണ്. ഓരോ ഗ്ലാസ്സും എടുത്ത് കാണിക്കാൻ പറ്റും. ഇത് അഡീഷണൽ വെച്ചേക്കുന്നതാണ് വണ്ടിക്ക് വേണ്ടി. ഇനി ഡോർ ഭാഗത്തേക്ക് വരുമ്പം നമുക്ക് ഓരോ ഡോറും നമുക്ക് ഹൈച്ച് കാണിക്കാൻ പറ്റും. പിന്നെ ഇവർ എക്സ്ട്രാ ലൈറ്റ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ സൈഡ് മിറർ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു, ഫോൾഡബിൾ കാര്യങ്ങളൊക്കെയാണ്. ഇത് എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ ടയർ ഭാഗത്തേക്ക് വരുമ്പോൾ 99% റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയേഴ്സാണ്. C8-ൻ്റെ ടയേഴ്സാണ് 4 കിടക്കുന്നത്. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. പിന്നെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി അതിൻ്റെ സീല് കാര്യങ്ങൾ പഞ്ചിങ് കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ് വരുന്നത്. അത് 2019 രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. ഇനി ഞാൻ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ബോണറ്റിൻ്റെ സീല് പേസ്റ്റിംഗ് ഒക്കെ കാണിച്ചു തരാം. ഇതാ, ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പേസ്റ്റിംഗ് ആയിക്കോട്ടെ പഞ്ചിങ് ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കമ്പനിയിൽ നിന്ന് വരുന്ന സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയുണ്ട്. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് എടുത്തിട്ടില്ല. വളരെ നീറ്റായിട്ട്, അതായത് ബമ്പർ കാര്യങ്ങളോ ഒന്നും പൊട്ടിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ വേണ്ട. ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുന്ന സമയത്ത് നമുക്ക്
കൺഫേം ആയിട്ട് ജെന്യൂൻ ആയിട്ട് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, മൊത്തം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്നുണ്ട്, പുറത്തൊന്നും സർവീസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് റീസെൻ്റ്ലി 1,63,000 സംതിങ് കമ്പനിയിൽ തന്നെ ഇത് ചെയ്തിട്ടുള്ളതാണ്. നിലവിൽ 1,65,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. 2019 വരുന്നതാണ്, സിൽവർ കളറാണ് വണ്ടി വരുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 15,25,000 രൂപ മാത്രമേ ഉള്ളൂ. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്, ഫിക്സഡ് പ്രൈസ് അല്ല. നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് പാർട്ടിയുടെ അടുത്ത് നിന്ന് തന്നെ ബാർഗെയിൻ ചെയ്ത് മേടിക്കാവുന്നതാണ്. ഇനി ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് 7 സീറ്ററാണ്, ക്യാപ്റ്റൻ സീറ്റ് ആയിട്ട് വരുന്നതാണ്, 4+3. ഇന്ത്യയുടെ കാര്യങ്ങൾക്ക് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ അതായത് ഇന്ത്യയുടെ എക്സ്ട്രാ നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അലോയ് വീൽസ്, ക്ലൈമറ്റ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന, അതായത് ടോപ്പ് ഓഫ് ദ ടൈൻ ഈസ്റ്റഡാണ് ടോപ്പായിട്ട് വരുന്ന വേരിയൻറ്റ്. അപ്പോൾ അങ്ങനത്തെ വേരിയൻ്റാണ്, സിൽവർ കളറാണ്. നിങ്ങൾക്കൊരു ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട, വളരെ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്, നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ജെന്യുവിൻ സർവീസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 15,25,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ്, ഫോട്ടോസ്, സർവീസ് ഹിസ്റ്ററി നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തരുന്നതാണ്. അപ്പോൾ 2019 മോഡലിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അതെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് 6 വർഷം മാത്രം ഓടിയിട്ടുള്ളൂ, ബാക്കി ബാലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സ്, അതായത് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ആൾക്കാർ കയറി ജോയിൻ ചെയ്യുക. ഓരോരുത്തരും മേടിക്കുന്നതിൻ്റെ അഭിപ്രായങ്ങൾ, അതായത് അവരുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഗ്രൂപ്പിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറില്ല, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഫീഡ്ബാക്ക് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പലരും നമ്മളോട് വണ്ടി മേടിക്കുന്നത് കാണാതെയാണ്. എന്ന് വെച്ചാൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ A to Z സൈഡ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്, ഇന്ത്യയിൽ കാണിച്ചു തന്നിട്ടുണ്ട്, മെയിനായിട്ടുള്ള എല്ലാ എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. സ്റ്റിൽ അതായത് ഇപ്പം നിലവിൽ ഇതാണ് കണ്ടീഷൻ. പിന്നെ ഓരോന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ത്രൂവിൽ വിളിക്കുവാണെങ്കിൽ 2 നമ്പേഴ്സ് അവൈലബിൾ ആണ്, 2 ഫോൺ എടുക്കും. നമ്മൾ അത് വ്യക്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പം ഇതേപോലത്തുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.